എല്ലാവർക്കും ഗൂസ്ബ്രൈൽസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഗയ്സ് ഇന്നത്തെ വീഡിയോയിൽ കുറേ ഉണ്ട് പറയാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറേ ഉണ്ട് ഗയ്സ് പറയാൻ. ഞാൻ ഓരോന്നായി നിങ്ങൾക്ക് നല്ല പറഞ്ഞുതരാം. ഫസ്റ്റ് ഇത് ഞങ്ങളുടെ ഫസ്റ്റ് എയറോപ്ലെയിൻ ട്രിപ്പാണ്. സെക്കൻഡ് ഇത് ഞങ്ങളുടെ ഫസ്റ്റ് വിദേശ യാത്രയാണ്. തേർഡ് ഞാൻ വിദേശത്തും പിന്നെ എയറോപ്ലെയിൻ്റെ ഉള്ളിലേക്ക് ഫസ്റ്റ് കയറുന്നതും എന്റെ ബർത്ത്ഡേ ദിവസമാണ്. പക്ഷെ അതൊന്നുമല്ല ഹൈലൈറ്റ്. ഞങ്ങൾ ഞങ്ങളുടെ മമ്മീന്റെ അടുത്തേക്ക് പോവാണ് അല്ലേ പൊന്നു? അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ കാലിക്കറ്റിൽ നിന്നും യാത്ര തിരിച്ചിരിക്കുകയാണ് കാലിക്കറ്റ് എയർപോർട്ടിലേക്ക്. നമ്മുടെ വീട്ടിൽ നിന്ന് കാലിക്കറ്റ് എയർപോർട്ട് 15 കിലോമീറ്റേഴ്സ് ആണ് ഗൈസ്. നമ്മൾ കാലിക്കറ്റിലാണ്, പക്ഷെ കാലിക്കറ്റ് എയർപോർട്ട് കാലിക്കറ്റിലല്ല ഗൈസ്. അൺഫോർച്ചുനേറ്റ്ലി കാലിക്കറ്റ് എയർപോർട്ട് സിറ്റുവേഷൻ ചെയ്തിരിക്കുന്നത് മലപ്പുറത്താണ്. പേര് മാത്രം കാലിക്കറ്റ് എയർപോർട്ട്, സിറ്റുവേറ്റഡ് ഇൻ മലപ്പുറം കൊണ്ടോട്ടി കരിപ്പൂർ. ഇതാണ് ഗൈസ് നമ്മുടെ കാലിക്കറ്റ് എയർപോർട്ട്. കരിപ്പൂർ എയർപോർട്ട് എന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ അതിൻ്റെ എൻട്രൻസ് ആണ് ഗൈസ്. ഇതാ നമ്മൾ നേരെ ഇതിൻ്റെ എൻട്രൻസിലേക്ക് പോയിരിക്കുകയാണ്. നമ്മൾ നമ്മുടെ കാറ് ഇവിടെ എയർപോർട്ടിൽ പാർക്ക് ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ എടുക്കാനാണ് പ്ലാൻ ഗൈസ്. സച്ചുവിൻ്റെയും പൊന്നുവിൻ്റെയും ഫസ്റ്റ് ഫ്ലൈറ്റ് ട്രിപ്പാണ്. അപ്പോൾ ഇവരെ അവിടെ ആക്കിയിട്ട് തിരിച്ചു വരാനാണ് എൻ്റെ പ്ലാൻ 1 വീക്ക് കഴിയുമ്പോൾ. അപ്പോൾ കാർ ഞാൻ പിന്നെ ഇവിടുന്ന് എടുക്കുന്നതായിരിക്കും. ഇവരുടെ കൂടെ വേറൊരു കൊച്ചു കുട്ടിയും കൂടെ ഉണ്ട് ഗൈസ്. നിങ്ങൾക്ക് സർപ്രൈസിന് വേണ്ടി ഇപ്പോൾ പറയാതിരുന്നതാണ്. അത് ഇവരുടെ വലിയ മമ്മി. 3 കുട്ടികളും കൂടെയാണ് ഫസ്റ്റ് ഫ്ലൈറ്റ് ട്രിപ്പിന് വന്നിരിക്കുന്നത്. സച്ചുവിൻ്റെയും പൊന്നുവിൻ്റെയും വലിയ മമ്മീൻ്റെയും ആദ്യത്തെ വിമാന യാത്രയാണിത്. അപ്പോൾ ഇവരുടെ ഗൈഡായിട്ട് നിയുക്തനായിരിക്കുന്നത് ഞാനാണ്. ഞാൻ ഇവരുടെ ഫാദർ ഐവിൻ. കണ്ടോ ഗായ്സ്. അപ്പോൾ നമ്മളിവിടെ പാർക്കിങ്ങിൽ ഫ്ലൈറ്റ് എയർപോർട്ടിൽ വണ്ടി വെച്ചിട്ട് ഇവരെ മസ്കറ്റ് കൊണ്ടാക്കിയിട്ട് തിരിച്ചു വരിക. ഇതാണ് നമ്മുടെ ടാസ്ക്. അപ്പോൾ ഗായ്സ്, സച്ചുവും പൊന്നൂനും അവരുടെ ഫാദറും മദറുമാണ് ഫസ്റ്റ് വിമാനയാത്രയും വിദേശയാത്രയും ഒക്കെ പോകുന്നത്. പക്ഷേ നമ്മുടെ വല്യമ്മീൻ്റെ കാര്യമോ, വല്യമ്മീനെ സ്വന്തം മോളാണ് ആദ്യത്തെ വിമാനയാത്രയും ആദ്യത്തെ വിദേശയാത്രയും എല്ലാം ചെയ്യിക്കുന്നത്. എത്ര ഒരു ജനറേഷൻ്റെ ഒരു വ്യത്യാസം കണ്ടോ ഗൈസ്. ഇപ്പോഴത്തെ ജനറേഷനിൽ കുട്ടികളെ നമ്മൾ ഇൻട്രസ്റ്റ് എടുത്ത് എല്ലാം ചെയ്യുന്നു. പക്ഷെ പഴയ ജനറേഷൻ കണ്ടോ, കുട്ടികൾ ഇൻട്രസ്റ്റ് എടുത്തിട്ട് അവരുടെ അച്ഛനും അമ്മേനെയും വിമാനയാത്രയും വിദേശയാത്രയും എല്ലാം ചെയ്യുകയാണ്. ഇപ്പോൾ കണ്ടോ ഗൈസ്, ഇതാണ് നമ്മുടെ യൂട്യൂബർ സവിൻ ജോസ് ഐവിൻ. വരുന്ന കണ്ടാൽ വിചാരിക്കും കോടികൾ സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബറാണ് ഗൈസ്. ഭാവിയിൽ അവനൊരു കോടികൾ സബ്സ്ക്രൈബുള്ള ഒരു യൂട്യൂബർ ആവട്ടെ ഗൈസ്. നിങ്ങളെല്ലാവരും വിചാരിച്ചാലേ സാധിക്കുള്ളൂ. ഇതാ പോകുന്നു നമ്മുടെ 3ാമത്തെ കുട്ടി. ഇതാണ് ഞങ്ങളുടെ വല്യമ്മി. വെരി വെരി എക്സൈറ്റഡ് ആണ് ഗൈസ്. ആദ്യത്തെ ഫ്ലൈറ്റ് യാത്രയാണ് വല്യമ്മയുടെ. വല്യമ്മി കുറേ കാലമായി ആഗ്രഹിക്കുകയായിരുന്നു, പക്ഷേ അതിനൊരു അവസരം ഒത്തു വന്നില്ല. അങ്ങനെ വല്യമ്മീൻ്റെ മോള് വല്യമ്മീൻ്റെ ആഗ്രഹം സാധ്യമാക്കി ഗൈസ്. ഇതാ പോണു 3 ആളും കൂടെ. സീറ്റ് അന്വേഷിച്ച് പോവുകയാണ് ഗൈസ്. എന്താ അവരുടെ മുഖത്തുള്ള സന്തോഷം കണ്ടോ. ആദ്യത്തെ യാത്ര അവർ ഫുള്ളായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. 3 ആൾ എന്നെ തിരിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുക, ഏതാ സീറ്റ് എന്ന്. 3 ആളുടെയും ആദ്യത്തെ ആകാശയാത്ര. ഒരാൾ 6 വയസ്സ്, ഒരാൾ 10 വയസ്സ്, ഒരാൾ 60+. 3 കുട്ടികളാണ് ഗൈസ്. ഒന്നും പറയാനില്ല. ഇതാ നമ്മൾ പറന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ 3 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഒമാൻ കൺട്രി സിറ്റി മസ്കറ്റ് സിറ്റിയുടെ മുകളിൽ റൗണ്ട് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇനി നമ്മൾ മെല്ലെ താത്തി നമ്മുടെ ഫ്ലൈറ്റിൻ്റെ റെഡ് ലൈറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും സ്ക്രീനിൽ. അതതിൻ്റെ ചിറകാണ്, അതിൻ്റെ ലൈറ്റാണ് ആ റെഡ്. ഇപ്പോൾ മസ്കറ്റ് സിറ്റിയുടെ മുകളിലൂടെ നമ്മൾ വട്ടമിട്ട് റൗണ്ട് ചുറ്റി താഴത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. ബാക്കി കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പോൾ അതുവരെ നിങ്ങളൊന്നൊരു മ്യൂസിക് എൻജോയ് ചെയ്യും.
അപ്പോൾ ഗൈസ് നമ്മൾ അവസാനം മസ്കറ്റ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു നല്ലൊരു എൻജോയ്മെൻറ്റിൽ ഒരു യാത്രയായിരുന്നു എയർപോർട്ടിൽ. അതിൻ്റെ ഇടയ്ക്ക് എന്താ പൊങ്ങുമ്പോൾ നമ്മുടെ ചെവി അടഞ്ഞു, പിന്നെ താഴുമ്പോഴും അടഞ്ഞായിരുന്നു. പിന്നെ എന്താ പറയുക, അപ്പോൾ നമ്മൾ ഇങ്ങനെ എത്തിയിട്ട് ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും ലാൻഡ് ചെയ്യുമ്പോഴും നല്ല എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ ലാൻഡ് ചെയ്തിട്ട് ഇങ്ങനെ കുറേ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവസാനം ഇതാ കണ്ടോ, നമ്മളിപ്പോൾ അതാണ് വലിയമ്മി. അപ്പോൾ നമ്മൾ ഇതാ ഇങ്ങനെ നടന്ന് ഇമിഗ്രേഷനും പിന്നെ ചെക്കിനും അതൊക്കെ ലഗേജും ഒക്കെ എടുത്തിട്ട് നമ്മൾ പോവും. അപ്പോൾ അതാണ് നമ്മുടെ എയറോപ്ലെയിൻ തോന്നുന്നു. അപ്പോൾ ഗൈസ് എന്തൊരു ഭംഗിയല്ലേ ഒമാൻ എയർപോർട്ട്. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഭംഗിയുള്ള ഒരു എയർപോർട്ട് ഇതാണ്. ഞാൻ ആകെ 3 എയർപോർട്ടേ കണ്ടിട്ടുള്ളൂ. നമ്മുടെ ഈ ഒമാൻ എയർപോർട്ടും നമ്മുടെ കരിപ്പൂർ എയർപോർട്ടും കൊച്ചി എയർപോർട്ടും. അപ്പോൾ ഗൈസ് ദാ പോന്നു നമ്മുടെ ഡാഡ. അപ്പോൾ ഒക്കെ കാണിച്ചിട്ട് നല്ല സ്റ്റൈലായിട്ട് ഇങ്ങനെ പോവാണ് ഗൈസ്. അപ്പോൾ ഇത് കുറേ ഉണ്ട് കേട്ടോ നടക്കാൻ. 5 കിലോമീറ്ററൊക്കെ പോലെ നമ്മുടെ ഇമിഗ്രേഷനിലേക്കൊക്കെ പോവാൻ ഭയങ്കര. അപ്പോൾ ഇവിടെ എന്താ പറയുക റെസ്റ്റ് റൂംസൊക്കെ ഉണ്ട്, പിന്നെ വെള്ളം കുടിക്കാൻ അവിടെ ടാപ്പൊക്കെ ഉണ്ട്. ഈ സീലിംഗ് വരെ അവർ എന്ത് ഭംഗിയിലല്ലേ ഉണ്ടാക്കി വെച്ചത്. ടൈൽസൊക്കെ നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണുകളാണ്. ഇതേ പോന്നു നമ്മുടെ 2 ഹീറോസ്, പൊന്നു ആൻഡ് വലിയമ്മി. ഞാനാണ് ഈ വീഡിയോസ് എടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഇമിഗ്രേഷൻ്റെ അവിടെ എത്തി തോന്നുന്നു. അപ്പോൾ നമ്മൾ കണ്ടോ വെൽക്കം ടു മസ്കറ്റ്. അപ്പോൾ നമ്മൾ മമ്മീനെ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഇതാ മമ്മി വരുന്നു, നമ്മുടെ ക്യൂട്ടി പായ് മമ്മി. കണ്ടോ ഞങ്ങളുടെ മമ്മി. അപ്പോൾ ഗായ്സ് ഇതാണ് സച്ചുവിൻ്റെ പൊന്നുവിൻ്റെ സുന്ദരി മമ്മി. മമ്മീനെ കണ്ടല്ലോ. ഈ മമ്മിയാണ് ഇവരുടെ 3 ആളുടെയും ആദ്യത്തെ വിമാനയാത്ര, ആദ്യത്തെ വിദേശയാത്ര എല്ലാം സെറ്റാക്കിയ ആള്. ഓക്കെ ഗൈസ്, സച്ചുവും പൊന്നും പിന്നെ കുട്ടികളാണ്. അവരുടെ വിദേശയാത്രയോ വിമാനയാത്രയോ ലേറ്റ് ആയില്ല. പക്ഷെ വലിയ മമ്മിക്ക് ലേശം ലേറ്റായിപ്പോയി. അവസാനം സ്വന്തം മകള് വിദേശത്ത് പോയിട്ട് വലിയ മമ്മിക്ക് വിസിറ്റിംഗ് വിസയും ടിക്കറ്റും എല്ലാം എടുക്കേണ്ടി വന്നു. വലിയ മമ്മിയുടെ ആദ്യത്തെ വിമാനയാത്രയും വിദേശയാത്രയ്ക്കും. അപ്പോൾ ഗൈസ് നമ്മളിതാണ് മസ്കറ്റ് ഹൈവേ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എയർപോർട്ടിൽ നിന്ന് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. നമ്മൾ താമസിക്കുന്ന മസ്കറ്റ് സിറ്റീൻ്റെ ഉള്ളിൽ തന്നെയാണ്. മമ്മി വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. നമ്മളിപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. ബാക്കി കാഴ്ചകൾ നിങ്ങളായിട്ട് നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും ഷെയർ ചെയ്യുന്നത്. ഇതിപ്പോൾ വിമാനയാത്രയും പിന്നെ എയർപോർട്ട് യാത്രകളും എല്ലാം കവർ ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്തിരുന്നതായിരിക്കും. ഇതാണ് മസ്കറ്റിലെ കാഴ്ചകൾ. നമ്മൾ യാത്ര ചെയ്യുന്ന വഴികളിലുള്ള കാഴ്ചകളാണ്. എന്തൊരു ക്ലാരിറ്റിയാണ് റോഡിന് പോലും. അത്രയും ഭംഗിയാണ് ഗൈസ്. ചെറിയൊരു സിറ്റി ആണെങ്കിലും നല്ല ഭംഗിയിലാണ് ഉള്ളത്.